നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 20 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചു ബിജെപി. സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അതേസമയം 7 കോർ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. വിനോദ് ധാവഡെ, ശോഭാ കരന്തലജെ, പ്രകാശ് ജാവ്ദേക്കർ, അപരാജിത സാരംഗി എന്നിവർ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കൾ. സ്ഥാനാർത്ഥി നിർണയവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ചുമതല. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരിമോഹൻ, ദേശീയ അധ്യക്ഷൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അതിന് മുന്നോടിയായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 20 അംഗ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് രൂപീകരണം? അതിൽ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ വരിക? ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൽ കേരളത്തിൽ വരുന്നതിന് തൊട്ടു മുൻപാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചത്. ഇന്നിപ്പോൾ കൊച്ചിയിൽ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാക്കളുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാണ്, 20 അംഗ കമ്മിറ്റിക്കാണ് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത്. ഈ കമ്മിറ്റിയാണ് ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥാനാർത്ഥി നിർണയമാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്കുള്ളിൽ കുറേയേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ചില സംസ്ഥാന നേതാക്കൾ, അത് കോർ കമ്മിറ്റി അംഗങ്ങൾ, അവർ താല്പര്യം പ്രകടിപ്പിച്ച ചില സീറ്റുകളുണ്ട്. ആ സീറ്റുകളിലൊക്കെ തന്നെ യുവ നേതാക്കളെ പരിഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ല. തങ്ങൾ കഴിഞ്ഞ തവണ മെച്ചപ്പെട്ട നിലയുണ്ടാക്കിയ സീറ്റുകൾ കൂടിയാണത്. അവിടങ്ങളിൽ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ള ആരോപണം ഉയർത്തുന്ന ചില നേതാക്കൾ കൂടി ഇപ്പോഴും പാർട്ടിക്കുള്ളിലുണ്ട്. അതും കോർ കമ്മിറ്റി അംഗങ്ങളാണ്, വളരെ മുതിർന്ന നേതാക്കളാണ്. അവരുടെ അടക്കം പരാതികൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള 4 ദേശീയ നേതാക്കളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിനോദ് ധാവഡെ, ശോഭാ കരന്തലജെ, പ്രകാശ് ജാവ്ദേക്കർ, അപരാജിത സാരംഗി എന്നിവരാണ് ഈ 4 ദേശീയ നേതാക്കൾ. ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖറുണ്ട്. മുൻ അധ്യക്ഷന്മാരുണ്ട്. കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും, മുൻ മന്ത്രിമാരായ വി മുരളീധരൻ അടക്കമുള്ളവരുണ്ട്. കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരുണ്ട്. പക്ഷേ 7 കോർ കമ്മിറ്റി അംഗങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ബി ഗോപാലകൃഷ്ണൻ, സി കൃഷ്ണകുമാർ, എൻ രാധാകൃഷ്ണൻ, വി ഉണ്ണികൃഷ്ണൻ, കെ സോമൻ, കെ എസ് രാധാകൃഷ്ണൻ, ഒപ്പം ഇപ്പോൾ രാജ്യസഭാ MP ആയിട്ടുള്ള സി സദാനന്ദൻ. ഇത്രയും പേരെയാണ് കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തത്. അത് തികച്ചും സാങ്കേതികമായ ചില കാര്യങ്ങൾ കൊണ്ടാണെന്നുള്ളതാണ് വിശദീകരണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തതോടുകൂടി BJP ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നും നാളെയുമായി ഏകദേശം 10ഓളം കമ്മിറ്റികളാണ് ചേരുന്നത് ഈ ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ. അതിൽ കോർ കമ്മിറ്റിയുണ്ട്, സംസ്ഥാന നേതൃയോഗമുണ്ട്, വിശാല നേതൃയോഗമുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള യോഗങ്ങൾ കൂടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർണ്ണ സജ്ജമാവുക, തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ കാര്യങ്ങൾ പ്രചാരണത്തിന് മുൻനിർത്തി മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തമാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.